നമ്മുടെ സെക്ഷൻ പതിഞ്ഞ പടനിലങ്ങൾ സാഹിത്യത്തിലെ ലോകജീവിതം എന്നുള്ളതാണ്. ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് മലയാളിയുടെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ നവോത്ഥാന ചിന്തകളെ, സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിനകത്ത് നമ്മുടെ പുരോഗമന രാഷ്ട്രീയത്തെ ശരിയായി നയിക്കുന്നതിന് നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന പുതിയ കാലഘട്ടത്തിൽ സംഘപരിവാർ വർഗീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉള്ളറകളിലേക്ക് ചെന്നുകൊണ്ട് അതിനെ ഇന്നത്തെ കാലഘട്ടവുമായി കണക്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ശരിയായി അവതരിപ്പിക്കുന്ന, മഹാഭാരതത്തെ തന്നെ പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾക്ക് കൂടി വർഗീയപരമായി അതിനെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുതകളെ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു കാട്ടുന്ന നമ്മുടെ പ്രഭാഷകനും എഴുത്തുകാരനും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകനും അധ്യാപകനുമെല്ലാമായി നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക മുഖമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ പി ഇളയിടം മാഷിനെ വളരെ ആദരവോടുകൂടി യുവതാര സാഹിത്യോത്സവത്തിലേക്ക് ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വാസ്തവത്തിൽ ഇതൊരു സാഹിത്യത്തിൻ്റെ സാമൂഹിക ഉള്ളടക്കത്തെക്കുറിച്ചുള്ള കുറച്ചൊരു സൂക്ഷ്മമായ ആലോചനയുടെ ഒരു സന്ദർഭമായിട്ടാണ് ഇങ്ങനെയൊരു വിഷയം അവതരിപ്പിക്കുന്നത്. സാഹിത്യം സാമൂഹികമാണ് എന്ന കാര്യം ഇപ്പോഴത്തെ നിലയിൽ ആവർത്തിച്ച് പറയേണ്ടതില്ല. അത് ഏതാണ്ട് സമ്മതമായി കഴിഞ്ഞ ഒരു കാര്യമാണ്. സാഹിത്യത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന വീക്ഷണഗതി പക്ഷേ അതല്ല. സാഹിത്യം ഒരു വ്യക്തിയുടെ വൈയക്തികമായ പ്രതിഭയുടെ ആവിഷ്കാരമാണ് എന്നത് മുതൽ സാഹിത്യം ഈശ്വരാനുഗ്രഹമാണ് എന്നതുവരെയുള്ള വീക്ഷണഗതികളാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് സാഹിത്യത്തെക്കുറിച്ച് ഉണ്ടായിരുന്നത്. സാഹിത്യത്തെ എന്നല്ല, സർഗാത്മകതയെക്കുറിച്ച് പൊതുവിലുണ്ടായിരുന്നത്. അത് കലയായാലും സാഹിത്യമായാലും മറ്റു തരത്തിലുള്ള ആവിഷ്കാരങ്ങളൊക്കെ ആയാലും അങ്ങനെയാണ് മനസ്സിലാക്കപ്പെട്ടിരുന്നത്. ഇന്നങ്ങനെ ആരും കരുതുന്നില്ല. അങ്ങനെ ഒറ്റതിരിഞ്ഞ ഒരു വ്യക്തിയുടെ പ്രതിഭാവിശേഷത്തിൻ്റെ ഉൽപ്പന്നമാണ് കലയും സാഹിത്യവും എന്നൊന്നും കരുതാൻ പറ്റാത്ത മട്ടിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കൊണ്ട് സാഹിത്യ കലാവീക്ഷണങ്ങൾ വലിയ തോതിലുള്ള അഴിച്ചുപണികൾക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ എങ്ങനെയാണ് സാഹിത്യത്തിൽ സാമൂഹികത ഇടം പിടിക്കുന്നത് എന്ന കാര്യം ഇപ്പോഴും വേണ്ടത്ര തെളിഞ്ഞു കിട്ടിയിട്ടില്ലാത്തതോ വേണ്ടത്ര വ്യക്തതയില്ലാത്തതോ ആയ ഒന്നാണ്. സാഹിത്യത്തിൻ്റെ സാമൂഹികത, ഇവിടെ ഈ വിഷയത്തിൻ്റെ ഒരു ശീർഷകം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ പതിഞ്ഞ പടനിലങ്ങൾ എന്നതാണ്. അത് പുറമേക്ക് നേർക്ക് നേരെ ശബ്ദഘോഷത്തോടെ യുദ്ധാരവം മുഴക്കുന്ന ഒരു ലോകമല്ല, മറിച്ച് താരതമ്യേന വളരെ പതിഞ്ഞ മട്ടിൽ, വളരെ പിൻവാങ്ങിയ മട്ടിൽ, ഇംഗ്ലീഷിൽ നമ്മൾ ലേറ്റൻ്റ് എന്ന് പറയുമല്ലോ, നിഗൂഹനം ചെയ്യപ്പെട്ട നിലയിൽ, അമർച്ച ചെയ്യപ്പെട്ട നിലയിൽ കലാവസ്തുക്കളിൽ സമൂഹ ബന്ധങ്ങൾ സന്നിഹിതമാകുന്നു എന്നതാണ് ഒരുപക്ഷെ കലയിലെ സാമൂഹികതയെ സംബന്ധിക്കുന്ന, സാഹിത്യത്തിൻ്റെ സാമൂഹികതയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു കലാവസ്തു സാഹിത്യകൃതിയായാലും മറ്റെന്തായാലും അതിന് 3 ഘടകങ്ങളെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ വേണമെങ്കിൽ വേർതിരിച്ചെടുക്കാം. ഏത് കലാവസ്തുവിനും പ്രത്യക്ഷത്തിലൊരു പ്രമേയമുണ്ടാകും, അതെന്തെങ്കിലും പറയുന്നുണ്ടാവും. ഒരു കഥയോ ഒരു നോവലോ ഒരു കവിതയോ എന്തുമാകട്ടെ, അതെന്തെങ്കിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ടാവും. രണ്ടാമത്തേത്, എല്ലാ കലാവസ്തുക്കൾക്കും ഒരു രൂപമുണ്ടാവും. ഏതെങ്കിലും രൂപത്തിലാണ്, കവിതയായി, നാടകമായി, ചെറുകഥയായി, അങ്ങനെ ഏതെങ്കിലും ഒരു രൂപമായിട്ടാണ് ഒരു കലാവസ്തു നിലനിൽക്കുക. മൂന്നാമത്തത്, ഒരു കലാവസ്തു നാം വായിക്കുകയോ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത്
ഒരു സവിശേഷമായ അനുഭൂതി നമ്മിൽ ഉളവാക്കുകയും ചെയ്യും. ഒരു അനുഭവതലം കലാവസ്തുവിലുണ്ടാവും. അങ്ങനെ നോക്കിയാൽ കലയെ സംബന്ധിച്ച് 3 പ്രതലങ്ങളുണ്ട് എന്ന് പറയാം. അതിനൊരു പ്രമേയ തലമുണ്ട്, അതിനൊരു രൂപസംവിധാനമുണ്ട്, അതിനൊരു അനുഭൂതിയുടെ തലം ഉണ്ട്. ഇതിൽ നമ്മൾ സാഹിത്യത്തിൻ്റെയും കലയുടെയും സാമൂഹിക മാനം പൊതുവെ തെരഞ്ഞു പോകാറുള്ളത് കലയുടെ സാഹിത്യത്തിൻ്റെ പ്രമേയത്തെ മുൻനിർത്തിയാണ്. അങ്ങനെ ആലോചിക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ വിഷകന്യക എന്ന പൊറ്റക്കാടിൻ്റെ നോവലിൽ മലബാറിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ കഥയുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. രണ്ടടങ്ങഴി കുട്ടനാട്ടിലെ കർഷക സമരത്തെ വരച്ച് കാണിക്കുന്നുണ്ട് എന്നതിൽ തെറ്റൊന്നുമില്ല. സ്റ്റീൻബെക്കിൻ്റെ ഗ്രേപ്സ് ഓഫ് ദി റാത്ത്, ക്രോധത്തിൻ്റെ മുന്തിരിപ്പഴങ്ങൾ എന്ന നോവൽ അമേരിക്കയിലെ വർണ്ണവിവേചനത്തെ തുടർന്നുള്ള ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ഏത് കലാവസ്തുവും ഒരു നിലയ്ക്ക് പ്രമേയത്തിൻ്റെ തലത്തിൽ സാമൂഹികമായ ചില ആശയങ്ങളെ ഉൾക്കൊള്ളാം. ഒരു സമരത്തെക്കുറിച്ച് കഥയുണ്ടാവാം, ഒരു ജീവിതാവസ്ഥയെക്കുറിച്ച് നോവലുണ്ടാകാം. അങ്ങനെ പ്രമേയത്തിൻ്റെ ഒരു തലത്തിൽ സമൂഹ ബന്ധങ്ങൾ കലയിൽ കടന്നു വരികയും കലയുടെ ഒരു ഉള്ളടക്കമായിട്ട് മാറുകയും ചെയ്യാം. പലപ്പോഴും നമ്മൾ ഇതിനെ മുൻനിർത്തിയാണ് കലയുടെ സാമൂഹികത എന്നത് മനസ്സിലാക്കാറ്. അത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്, അത് വളരെ പ്രാഥമികമാണ് എന്നാണ്. വാസ്തവത്തിൽ ഒരു കലാവസ്തു നേർക്ക് നേരെ ഒരു സാമൂഹികാശയം പറഞ്ഞാലും ഇല്ലെങ്കിലും കലാവസ്തുവിൽ സാമൂഹികത പല നിലയിൽ അടങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ മറ്റ് 2 പ്രതലങ്ങൾ വളരെ കൂടുതൽ പ്രധാനമാണ്. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിലെ മാർക്സിസ്റ്റ് ചിന്തയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പേരുകാരിലൊരാളായിരുന്നു ലൂക്കാച്ച്. ലൂക്കാച്ചിൻ്റെ ഒരു വാക്യം ടെറി ഗിൽട്ടൺ എന്ന് പറയുന്ന പിൽക്കാല മാർക്സിസ്റ്റ് ചിന്തകൻ ഉദ്ധരിക്കുന്നുണ്ട്. ലൂക്കാച്ച് പറയുന്നത്, സമൂഹബന്ധങ്ങൾ ഒരു കലാവസ്തുവിൽ അല്ലെങ്കിൽ ചരിത്രം ഒരു കലാവസ്തുവിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നത് രൂപത്തിലാണ് എന്നാണ്. നിങ്ങൾ രൂപത്തിലേക്ക് നോക്കണം. ഈ വാക്യം ഉദ്ധരിച്ചിട്ട് ടെറി ഗിൽട്ടൺ പറയുന്നത് ഒരു മാർക്സിസ്റ്റിൽ നിന്ന് നമ്മൾ സാധാരണ നിലയിൽ പ്രതീക്ഷിക്കാത്ത ഒരു വാക്യമാണിത്. കാരണം മാർക്സിസ്റ്റുകൾ പൊതുവെ കലയെ അതിൻ്റെ പ്രത്യക്ഷമായ ആശയങ്ങളെ മുൻനിർത്തിയും ഈ ആശയങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്, സാമൂഹ്യ പരിവർത്തനത്തിന് പ്രചോദനമാകുന്നത് എന്നതിനെ മുൻനിർത്തിയുമൊക്കെ സാഹിത്യത്തെ മനസ്സിലാക്കാനും വിശദീകരിക്കാനും ശ്രമിക്കുന്നവരാണ്. അങ്ങനെ രൂപത്തെക്കുറിച്ച് മാത്രമായുള്ള ഒരു ആലോചന പലപ്പോഴും ഫോർമലിസം എന്ന പേരിൽ പരിഹസിക്കപ്പെട്ട ഒരു പാരമ്പര്യവും മാർക്സിസ്റ്റ് ചിന്താചരിത്രത്തിനുണ്ട്. എന്നിരിക്കെ ലോകത്തെ ഏറ്റവും പ്രമുഖനായ മാർക്സിസ്റ്റ് കലാചിന്തകൻ, സാമൂഹ്യ സൈദ്ധാന്തികൻ, കലാസൈദ്ധാന്തികൻ രൂപത്തിലേക്ക് നോക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഈഗിൾട്ടൺ പറയുന്നത്, ഒരു മാർക്സിസ്റ്റിൽ നിന്ന് സാധാരണ നിലയ്ക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു നിരീക്ഷണമാണ്. വാസ്തവത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു കലാവസ്തു അതൊരു സാഹിത്യകൃതിയാകാം, മറ്റേതെങ്കിലും ഒരു കലാവിഷ്കാരമാകാം, അത് നമ്മിലേക്ക് എത്തിച്ചേരുന്നത് ഒരു രൂപസംവിധാനം എന്ന നിലയ്ക്കാണ്. ഒരു പാട്ടാകട്ടെ, ഒരു ചിത്രമാകട്ടെ, അല്ലെങ്കിൽ മറ്റേത് സാമഗ്രിയുമാകട്ടെ, ഒരു രൂപമാർജിച്ചുകൊണ്ടല്ലാതെ അതിന് നമ്മിലേക്ക് എത്താനോ നമ്മോട് വിനിമയം ചെയ്യാനോ കഴിയില്ല. ആ രൂപമാണ് വിനിമയത്തിൻ്റെ പ്രാഥമിക ഉപാധി. അതുകൊണ്ട് ആ രൂപത്തെ നിങ്ങൾ വിട്ടിട്ട് ആ രൂപത്തിനുള്ളിൽ നിൽക്കുന്ന ഏതോ ഒരു ആശയത്തെയാണ് കല പ്രതിനിധീകരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മിൽ വന്ന് പ്രവർത്തിക്കുന്ന കലയുടെ ആധാരം, അതിനെ താങ്ങുന്നത് ഈ രൂപമാണ്. ആ രൂപമാണ്. ഇപ്പോൾ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ചലച്ചിത്ര ഗാനം നമ്മിലേക്ക് എത്തുന്നത് പോലെയല്ല ചിന്താവിഷ്ടയായ സീത നമ്മിലേക്ക് എത്തുക. അതുപോലെയല്ല ഒരു കഥകളിപ്പദം നമ്മിലേക്ക് എത്തുക.
ഒരുപക്ഷെ വിരഹത്തെക്കുറിച്ച് ഒരു ചലച്ചിത്രഗാനവും പറയും, ഒരു ഖണ്ഡകാവ്യവും പറയും, ഒരു കഥകളി പദവും പറയും. പക്ഷേ മൂന്നും സൃഷ്ടിക്കുന്ന അനുഭവമണ്ഡലങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത് അവയുടെ പ്രമേയപരമായ തലത്തിലല്ല, അവയുടെ രൂപസംവിധാനപരമായ തലത്തിലാണ്. അതുകൊണ്ട് രൂപം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ ബന്ധമാണ് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ചരിത്രം ഏറ്റവും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരിടം രൂപസംവിധാനമാണ്. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിലെ വലിയ മാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള ഫ്രെഡറിക് ജെയിംസൺ, അദ്ദേഹം ഷേക്സ്പിയറുടെ ഹാംലെറ്റ് നാടകത്തിനെതിരെ ടി.എസ്. എലിയറ്റ് ഉന്നയിച്ച ഒരു വിമർശനത്തെ മുൻനിർത്തി ചില ആലോചനകൾ അവതരിപ്പിക്കുന്നുണ്ട്. ടി.എസ്. എലിയറ്റ് ഷേക്സ്പിയറുടെ ഹാംലെറ്റ് നാടകം ഒരു നിലയ്ക്ക് പരാജയപ്പെട്ടൊരു കൃതിയാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നാടകത്തിന് ആ നാടകം മുമ്പോട്ട് വയ്ക്കുന്ന തീക്ഷ്ണമായ ഒരു അനുഭവമണ്ഡലത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രൂപഘടനയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിന് കൊടുക്കുന്ന പേര് ഒരു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നാണ്. ഒരു കലാവസ്തു അത് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന അനുഭവത്തെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായൊരു രൂപസംവിധാനം ആയി നിലനിൽക്കണം. അങ്ങനെ ഒരു രൂപസംവിധാനത്തെയാണ് എലിയറ്റ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറഞ്ഞത്. അത്തരത്തിൽ ഹാംലെറ്റ് നാടകത്തിൻ്റെ വൈകാരിക സംഘർഷങ്ങളെയോ അതിലാഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന അനുഭവങ്ങളെയോ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ ഒരു രൂപസംവിധാനത്തെ കണ്ടെത്തുന്നതിൽ ഷേക്സ്പിയർ പരാജയപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് എലിയറ്റ് ഹാംലെറ്റ് ഒരു പരാജയപ്പെട്ട നാടകമാണ് എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്നത്. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഫ്രെഡറിക് ജെയിംസൺ പറയുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, വാസ്തവത്തിൽ ഹാംലെറ്റിൻ്റെ പ്രശ്നം എന്തായിരുന്നു? ഹാംലെറ്റിൻ്റെ പ്രശ്നം, അദ്ദേഹം പറയുന്നത്, രണ്ട് ചരിത്രാവസ്ഥകളെ തമ്മിൽ കൂട്ടിയിണക്കാനുള്ള ശ്രമം രൂപത്തിലുണ്ടാക്കിയ ശൈഥില്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാംലെറ്റ് നാടകത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഹാംലെറ്റ് കുമാരനും അയാളുടെ ആത്മസംഘർഷങ്ങളും വാസ്തവത്തിൽ ഒരാധുനിക വ്യക്തിയുടെ ആന്തരിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. കൃത്യമായ സൂചനകളിലേക്കോ കൃത്യമായ അർത്ഥത്തിലേക്കോ ചെന്ന് ചേരാൻ കഴിയാത്ത, തമ്മിൽ ഇടഞ്ഞും ഇണങ്ങിയുമൊക്കെ നിലകൊള്ളുന്ന വലിയ ഒരു ഭാവബന്ധങ്ങളുടെ ലോകമായിട്ടാണ് ഹാംലെറ്റ് കുമാരനെ നമ്മൾ ആ നാടകത്തിൽ കാണുന്നത്. എന്നാൽ ആഭ്യന്തരമായ മാനസികമായ സംഘർഷങ്ങളുടെ ഈ ലോകത്തെ ആവിഷ്കരിക്കാനായി ഷേക്സ്പിയർ സ്വീകരിച്ച നാടകരൂപമാകട്ടെ മധ്യകാലത്തെ റിവഞ്ച് ട്രാജഡികൾ എന്ന് വിളിക്കുന്ന, പ്രതികാര ദുരന്ത നാടകങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു ഫോമിനെയാണ്. ഈ റിവഞ്ച് ട്രാജഡി എന്ന് പറയുന്ന മധ്യകാല രൂപവും ഹാംലെറ്റ് കുമാരനിൽ തെളിയുന്ന ആധുനിക വ്യക്തിയുടെ ആത്മസംഘർഷവും തമ്മിൽ ഒത്തുപോകില്ല. രൂപം താരതമ്യേന മധ്യകാലത്തിൻ്റെ സുദൃഢ സ്വഭാവമുള്ളതാണ്. ഹാംലെറ്റ് കുമാരൻ്റെ മനോഘടനയാകട്ടെ ആധുനികമായ സംഘർഷങ്ങൾക്കുള്ളിലുമാണ്. ഇവ തമ്മിലുള്ള വലിയ വ്യത്യാസത്തിലാണ് വാസ്തവത്തിൽ ഈ വൈരുദ്ധ്യം നിലനിൽക്കുന്നതെന്നും ഹാംലെറ്റ് കുമാരൻ്റെ വ്യക്തിഗതമായ ആന്തരിക സംഘർഷങ്ങളും റിവഞ്ച് ട്രാജഡി എന്ന് വിളിക്കുന്ന രൂപസംവിധാനത്തിൻ്റെ ദൃഢതയും തമ്മിലുള്ള പൊരുത്തമില്ലായ്മയാണ് എലിയറ്റ് കണ്ട ഈ പോരായ്മയായി ഹാംലെറ്റ് നാടകത്തിൽ പതിഞ്ഞു കിടക്കുന്നത് എന്ന് ജെയിംസൺ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനിത് പറഞ്ഞു വരണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ആലോചിച്ചാൽ വാസ്തവത്തിൽ രണ്ട് കാലഘട്ടത്തിലെ രണ്ട് ജീവിതാവബോധങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം തെളിയുന്നത് ആ നാടകത്തിൻ്റെ പ്രമേയമായിട്ടേയല്ല, മറിച്ച് ആ നാടകത്തിൻ്റെ രൂപപരമായ ശൈഥില്യമായിട്ടാണ് എന്ന് കാണാം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിത എടുത്താൽ, ആ കവിതയ്ക്കകത്ത നായകൻ ഒരു മധ്യവർഗക്കാരനായ പുരോഗമനവാദിയായ, വേണമെങ്കിൽ സവർണൻ തന്നെയായ ഒരു ഇടത്തരക്കാരനാണ് ആ കവിതയുടെ നായകൻ.
അയാൾ രാത്രി കവിത എഴുതാനിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിന്നാണ് കവിത ആരംഭിക്കുന്നത്. അന്തിയുണ്ട് പഴങ്ങൾ തൻ മാംസം മന്ദമന്ദം നുണഞ്ഞതിന് ശേഷം നാലും കൂട്ടി മുറുക്കി ഇമ്പത്തിൽ മേളം കൊട്ടി ഞാൻ വേടയിൽ വാഴുകെ. രാത്രി ഊണെല്ലാം കഴിഞ്ഞ് പഴങ്ങളൊക്കെ കഴിച്ച് കവിത എഴുതാനിരിക്കുന്നു. വൈലോപ്പിള്ളി അവിടെ ഒരു പ്രയോഗം കൊണ്ടുവരുന്നുണ്ട്. പഴങ്ങൾ തൻ മാംസം എന്നാണ്. സാധാരണ പഴത്തിനെ അങ്ങനെ ആരും വിശേഷിപ്പിക്കില്ല. വൈലോപ്പിള്ളി അങ്ങനെ വിളിച്ചു, പഴങ്ങൾ തൻ മാംസം. ഇങ്ങനെ പഴമെല്ലാം കഴിച്ച് രാത്രി കവിത എഴുതാനിരിക്കുന്ന സമയത്ത് ഇയാളെക്കുറിച്ച് വൈലോപ്പിള്ളി എഴുതുന്നത്, ഞാനിങ്ങനെ കവിതയുടെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നു, ഐന്ദ്രിയമായ ഈ ഭൗതിക ലോകത്തെയൊക്കെ വിട്ട് വേറൊരു മാനസിക ലോകത്തേക്ക് കാവ്യസഞ്ചാരത്തിലൂടെ കയറുന്നു. വൈലോപ്പിള്ളി അതിനെ എഴുതുന്നത്, വിദ്യുതൈന്ദ്രധനുസ്സുകൾ ചൂഴും സത്യസൗന്ദര്യ ഗോപുരം പൂകെ. ഇന്ദ്രധനുസ്സുകൾ ചൂഴ്ന്നു നിൽക്കുന്ന സത്യസൗന്ദര്യത്തിൻ്റെ ഗോപുരത്തിലേക്ക് കവിയായ താൻ കാലെടുത്ത് വയ്ക്കാൻ കാത്തു നിൽക്കേ, തള്ളിയേറുമൻ കാതിലൊരു ഉറക്കള്ള് നാറും തെറിയുടെ പൂരം എന്നാണ്. താഴെ നിന്ന് കർഷക തൊഴിലാളിയായ ഒരാൾ വന്ന് ഇയാളെ തെറിവിളിക്കുന്നു. ആ തെറിവിളിയുടെ ഭാഷയും അതിനു മുമ്പുള്ള കാൽപ്പനികമായ ക്ലാസിക്കലായ കാവ്യനിർമ്മാണത്തെ വിവരിക്കുന്ന ഭാഷയും തമ്മിലുള്ള വൈരുദ്ധ്യം ആ ഒറ്റ ശ്ലോകത്തിൽ നമുക്ക് കാണാം. ആദ്യത്തെ 2 വരി വിദ്യുതൈന്ദ്രധനുസ്സുകൾ ചൂഴും സത്യസൗന്ദര്യ ഗോപുരം പൂകെ എന്ന റൊമാൻറ്റിസിസത്തിൻ്റെയും ക്ലാസിസത്തിൻ്റെയും ഒരു പദാവലിയിലാണെങ്കിൽ, രണ്ടാമത്തെ ഈരടി തള്ളിയേറുമൻ കാതിലൊരു ഊറക്കള്ള് നാറും തെറിയുടെ പൂരം എന്ന നിലയിൽ ഒരു അസംസ്കൃതമെന്ന് തോന്നാവുന്ന ഒരു ഭാഷയിലാണ്. 2 ഭാഷകൾ തമ്മിൽ ഒരു ശ്ലോകത്തിൽ ഏറ്റുമുട്ടുന്നു എന്നതല്ല, 2 ലോകവീക്ഷണങ്ങൾ ഒരു കാവ്യ സന്ദർഭത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നാണ് നാം ഇവിടെ കാണേണ്ടത്. വാസ്തവത്തിൽ ഈ ശ്ലോകത്തിൽ തെളിയുന്ന ഭാഷാപരമായ വൈരുദ്ധ്യം സാമൂഹിക വൈരുദ്ധ്യത്തിൻ്റെ ഒരു സംഘനനം ചെയ്യപ്പെട്ട ഏറ്റവും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരിടമായി നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞു വരുന്നത്, കലയിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കലയിലെ രൂപസംവിധാനം എന്നത് അതിൻ്റെ പ്രമേയത്തെയോ ആശയലോകത്തെയോ പകർത്തി വയ്ക്കുന്ന ഒന്നല്ല, അതിനെ അതേപടി ഏറ്റെടുക്കുന്ന ഒന്നല്ല, മറിച്ച് അത് സാമൂഹികമായ അലമാലകൾ വന്നു കയറിക്കൊണ്ടേയിരിക്കുന്ന ആശയങ്ങളുടെ ഒരു ലോകമാണ് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു രൂപത്തിലേക്ക് നോക്കിയാൽ ആ രൂപം സാമൂഹികമായ ഒരു ബന്ധമായി മനസ്സിലാക്കാൻ കഴിയണം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊട്ടും പുറമേ കാണില്ല. ഒരു നോവൽ എന്താണ് ചെയ്യുന്നത്? നോവൽ ഒരു വലിയ കഥ പറയുകയല്ല. നോവൽ ഒരു വലിയ കഥ പറയാൻ തുടങ്ങുകയും ആ കഥയിലൂടെ വാസ്തവത്തിൽ പല തട്ടുകളായി മാറിയ നമ്മുടെ പുതിയ സമൂഹ യാഥാർത്ഥ്യത്തെ, നടുവാഴ്ത്തം പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ പല തട്ടുകളുള്ളതല്ല, അതിൽ മേൽത്തട്ടായ ഒരു നാടുവാഴി ഭൂപ്രഭു തലമുണ്ടാവും, കീഴ്ത്തട്ടായ ഒരു കുടിയാൻ്റെ തലവും ഉണ്ടാകും. ഇതിനിടയിൽ അനവധി തട്ടുകളോ ജീവിതത്തിൻ്റെ വിവിധ വിധാനങ്ങളോ ഒന്നും വാസ്തവത്തിൽ ഒരു മധ്യകാല നാടുവാഴി സമൂഹത്തിൽ കാണാൻ കഴിയില്ല. താരതമ്യേന നിശ്ചലാണ്, ഒരു പ്രദേശത്ത് കെട്ടിത്തളഞ്ഞു കിടക്കുന്നതാണ്, അതിനപ്പുറത്തേക്ക് പടരാത്തതാണ് പൊതുവെ പറഞ്ഞാൽ മധ്യകാല ജീവിതം. എന്നാൽ ആധുനിക ജീവിതം അങ്ങനെയല്ല. അതിന് പല ലെയറുകളുണ്ട്. ഓരോ ലെയറിനും അതാതിൻ്റെതായ സവിശേഷതയുണ്ട്. ഒരു സർക്കാർ ഗുമസ്തൻ്റെ ജീവിതമല്ല ഒരു അഭിഭാഷകൻ്റെ ജീവിതം, ഒരു അഭിഭാഷകൻ്റെ ജീവിതമല്ല ഒരു ശാസ്ത്രകാരൻ്റെ ജീവിതം, ഒരു ശാസ്ത്രകാരൻ്റെ ജീവിതമല്ല ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ ജീവിതം. ലളിതമായി പറഞ്ഞാൽ ഏതാണ്ട് മേൽക്കീഴെന്ന 2 തട്ടുകൾ മാത്രമായിരുന്ന മനുഷ്യാവസ്ഥ പല തട്ടുകളുള്ള, പല ലെയറുകളുള്ള വ്യത്യസ്തതകളുടെ ഒരു സമുച്ചയമായി മാറുന്നതാണ് ആധുനിക ലോകം കാണുന്ന ഒരു പ്രധാനപ്പെട്ട പരിണാമം. ഈ പല തട്ടുകളെ ഒരു ഭാഷാ വ്യവഹാരം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതാണ് നോവൽ. അതുകൊണ്ട് നോവലിൽ വാസ്തവത്തിൽ ഒരു വലിയ ജനസഞ്ചയം കയറിക്കിടക്കുന്നുണ്ട്. അതിന് കവിതയിലോ നാടകത്തിലോ മറ്റേതെങ്കിലും സാഹിത്യ രൂപത്തിലോ ഇങ്ങനെ കയറിക്കിടക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ നോവൽ എന്താണ് ചെയ്യുന്നത്? ഒരു ഫോം എന്ന നിലയ്ക്ക് നോവൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാടുവാഴുത്തത്തിൻ്റെ മേൽക്കീഴ് ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടന്ന മനുഷ്യാവസ്ഥയെ മാനുഷികതയുടെ വിപുലമായൊരു ലോകത്തിലേക്ക് തുറന്നിടുകയും ആ വിപുലമായ മാനുഷിക മാനങ്ങൾ
സാഹിത്യത്തിൻ്റെ പല രൂപങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നു. നോവലിലെ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തരം മനുഷ്യനല്ല. നോവലിലെ മനുഷ്യർ എന്ന് പറയുന്നത് മനുഷ്യാവസ്ഥയുടെ എല്ലാ പ്രകാരങ്ങളെയും നിങ്ങൾക്ക് നോവലിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. നോവലിനെക്കുറിച്ച് 20-ാം നൂറ്റാണ്ടിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങളിലൊന്ന് അവതരിപ്പിച്ച ഒരാൾ മിഖായേൽ ബക്തിൻ എന്നു പേരായ ഒരു ചിന്തകനാണ്. മിഖായേൽ ബക്തിൻ നോവലിന് കൊടുത്ത വിശേഷണമാണ് പിന്നീട് നമ്മുടെ സാമൂഹ്യ സംവാദങ്ങളിലൊക്കെ നാം നിരന്തരം ആവർത്തിച്ചു പോരുന്ന ഒരു വാക്ക്, ബഹുസ്വരത, പോളിഫോണി എന്ന വാക്ക് നോവലിൻ്റെ സ്വഭാവവിശേഷത്തെ സൂചിപ്പിക്കുന്നതിനായി മിഖായേൽ ബക്തിൻ ഉപയോഗിച്ചു തുടങ്ങിയ ഒരു വാക്കാണ്. അത് അവിടെ നിന്ന് പല പ്രതലങ്ങളിലേക്ക് മാറി. എന്താണ് ബക്തിൻ പറയുന്നത് നോവലിൻ്റെ ഒരു സാധ്യതയായിട്ട്? ഒരു സമൂഹത്തിൽ പലതരത്തിലുള്ള സാമൂഹ്യ വിഭാഗങ്ങളുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു സാമൂഹ്യ വിഭാഗത്തിൻ്റെ വീക്ഷണത്തിന് അന്തിമമായ മേൽക്കൈ നൽകാതെ വ്യത്യസ്ത സാമൂഹിക വീക്ഷണങ്ങൾ തമ്മിൽ ഇടഞ്ഞും ഇണങ്ങിയും നിൽക്കുന്ന ഒരു സംവാദവേദിയായി ഒരു സാഹിത്യരൂപത്തെ മാറ്റാൻ കഴിഞ്ഞത് നോവലിന് മാത്രമാണ്. നോവലിന് മുമ്പുള്ള ഒരു ജനുസിനും വാസ്തവത്തിൽ ഈ സംവാദാത്മകതയെ ആ ടെക്സ്റ്റിനുള്ളിലേക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ആൾക്കൂട്ടങ്ങളെ മുൻനിർത്തുന്ന കഥകൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ കഥയ്ക്കുള്ളിൽ ആൾക്കൂട്ടങ്ങൾ എരമ്പി മറിയുകയും വൈരുദ്ധ്യങ്ങൾ ഉണർന്ന് പിൻവാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നോവലിൽ കാണുന്നത് പോലെ നാം മറ്റെവിടെയും കാണുന്നില്ല. എന്തുകൊണ്ട് നോവലിന് ഇത് കഴിഞ്ഞു? ലളിതമായി പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടോടെ മധ്യകാല നാടുവാഴുത്തത്തിൻ്റെ തകർച്ചയോടെ ആധുനിക വ്യക്തികളുടെ ലോകം ഉയർന്നു വരികയും വ്യക്തികളുടെ വൈവിധ്യപൂർണമായ നിലനിൽപ്പിൻ്റെ മണ്ഡലം പഴയ അടഞ്ഞ സാഹിത്യ ജനുസിനെ പുതിയ തരത്തിലുള്ള തുറന്ന ഒരു ജനുസാക്കി മാറ്റുകയും ചെയ്തു. ബക്തിൻ നോവലിനെക്കുറിച്ച് പറയുന്നൊരു വാക്യം അൺഫൈനലൈസബിൾ എന്നാണ്, അവസാനിപ്പിക്കാൻ കഴിയാത്തത്. അതിനൊരു ഫിനിഷിംഗ് പോയിൻ്റ് ഒന്നുമില്ല. അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പടിപടിയായി ഇങ്ങനെ തുറന്നു പോകുന്നു, അത് തുറന്ന് കിടക്കുന്നു. ഈ തുറസ് വാസ്തവത്തിൽ നോവലിൻ്റെ തുറസല്ല, ആധുനിക സമൂഹത്തിനകമേയുള്ള വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും സാഹിതീയമായ ഒരു ആവിഷ്കാര സ്ഥാനമാണ് നോവൽ. അതുകൊണ്ട് നോവലിൻ്റെ സാമൂഹികതയെ നോവൽ ആവിഷ്കരിക്കുന്ന പ്രമേയത്തെ മുൻനിർത്തിയല്ല, നോവൽ പറയുന്ന കാര്യങ്ങളെ മുൻനിർത്തിയല്ല, നോവൽ എന്ന രൂപത്തെ മുൻനിർത്തി തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നോവലിനെക്കുറിച്ച് ലോകത്തുണ്ടായ ഏറ്റവും പ്രധാന പഠനങ്ങളിൽ ഒന്നായിട്ടുള്ള നോവൽ ആൻഡ് ദ പീപ്പിൾ എന്ന ഗ്രന്ഥത്തിൽ റാൽഫ് ഫോക്സ് എന്നു പേരായ പ്രസിദ്ധനായ മാർക്സിസ്റ്റ് ചിന്തകൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. റാൽഫ് ഫോക്സിനെ മറ്റൊരു നിലയിൽ കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഫാസിസ്റ്റുകൾക്കെതിരെ പടപൊരുതാൻ വേണ്ടി ബ്രിട്ടനിൽ നിന്ന് സ്പെയിനിലെത്തുകയും ഫ്രാങ്കോവിൻ്റെ സൈന്യത്തിനെതിരെ സ്പെയിനിലെ യുദ്ധക്കളത്തിൽ ആയുധമെടുത്ത് പോരാടുകയും അവിടെ വച്ച് കൊല്ലപ്പെടുകയും ചെയ്ത ഒരാളായിരുന്നു റാൽഫ് ഫോക്സ്. അക്കാലം അങ്ങനെ സാർവദേശീയതയുടെ വലിയ മൂല്യങ്ങളെ സൃഷ്ടിച്ചിരുന്നു. തങ്ങളുടെ രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടല്ല, മറ്റേതോ ഒരു രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി തങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറപ്പെട്ട് അവിടുത്തെ സ്വേച്ഛാധിപതികളോട് യുദ്ധം ചെയ്ത് അവിടുത്തെ കൊലക്കളത്തിൽ വച്ച് മരണമടയേണ്ടി വന്ന വലിയ പോരാളികളെ നിങ്ങൾക്ക് 1930 കാണാം. ക്രിസ്റ്റഫർ കോഡ്വെൽ അങ്ങനെ ഒരാളായിരുന്നു, റാൽഫ് ഫോക്സ് അങ്ങനെ ഒരാളായിരുന്നു. ഈ റാൽഫ് ഫോക്സിൻ്റെ നോവൽ ആൻഡ് ദ പീപ്പിൾ എന്ന കൃതിയിൽ ഞാനീ പറഞ്ഞ ആശയം മനോഹരമായിട്ട് അദ്ദേഹം സംഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് നോവലിൻ്റെ സാമൂഹികത എന്ന് പറയുമ്പോൾ അത് തകഴി നോവലിൽ പറഞ്ഞ കുട്ടനാടിൻ്റെ കർഷക സമരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളോ നേർക്ക് നേരെ പറയുമ്പോഴാണ് നോവൽ സാമൂഹികമാകുന്നത്. അല്ലാതെ മഞ്ഞിൽ വിമലയുടെ ഏകാന്തതയെക്കുറിച്ച് പറയുമ്പോൾ നോവലിൽ സാമൂഹികത ഇല്ല എന്നല്ല നാം ധരിക്കേണ്ടത്. ആസ് എ ഫോം ഇറ്റ്സെൽഫ്, ഒരു രൂപമെന്ന നിലയിൽ വാസ്തവത്തിൽ നോവലിന് സാമൂഹികമായ ഒരു പ്രതലം ഉണ്ട്. അത് ഏത് രൂപത്തിനുമുണ്ട്. അത് ഇപ്പോൾ ഒരേ കാലത്ത് ഒരേ പ്രമേയങ്ങളെ കൈകാര്യം ചെയ്ത 2 രൂപങ്ങൾ മലയാളത്തിലുണ്ട്, കഥകളിയും തുള്ളലും. കഥകളിയും തുള്ളലും പൊതുവിൽ കൈകാര്യം ചെയ്തത് പുരാണ പ്രമേയങ്ങളാണ്, ഇതിഹാസ പ്രമേയങ്ങളാണ്. പക്ഷേ പ്രമേയപരമായി ഒന്നായിരിക്കെ തന്നെ കഥകളിയുടെയും തുള്ളലിൻ്റെയും സാമൂഹ്യ ഫലം ഒന്നല്ല. കഥകളി പൊതുവെ ഐതിഹ്യാത്മകമായ ലോകത്തെ തന്നെ അരങ്ങിൽ പ്രതീതമാക്കാൻ ശ്രമിച്ച സമയത്ത്
തുള്ളൽ ഐതിഹ്യാത്മകമായ ലോകത്തെ കലയുടെ പശ്ചാത്തലത്തിൽ ഒതുക്കി നിർത്തുകയും അവതരണത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് അക്കാലത്തെ നാട്ടുജീവിതം കയറി വരികയും ചെയ്തു. ഇപ്പോൾ കാർത്തികവീരാർജുന വിജയം തുള്ളൽ അവതരിപ്പിക്കുന്ന സമയത്ത്, യുദ്ധത്തിന് പുറപ്പെടാൻ പോകുന്ന സമയത്ത് രാവണൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളിൽ ഒരിടത്ത് പറയുന്നത് റബ്ബർ വിറ്റതിൻ്റെ നികുതി അടയ്ക്കാത്ത ആളുകളൊക്കെ ഉടനടി നികുതി അടയ്ക്കണം എന്നാണ്. ഇത് രാവണൻ്റെ ഉത്തരവാണ്. നമ്മൾ കഥ എന്താണെന്ന് വെച്ചാൽ പൗരാണിക പ്രമേയമാണ്. പക്ഷേ നിങ്ങൾ തുള്ളൽ അരങ്ങിൽ കണ്ടാൽ 18-ാം നൂറ്റാണ്ടിലെ മധ്യകാല കേരളത്തിൻ്റെ അവസാനത്തിലെ കോട്ടയത്തോ തിരുനെല്ലയിലോ അല്ലെങ്കിൽ ആലപ്പുഴയിലോ പരിസരത്തോ ഒക്കെയുള്ള ഗ്രാമീണ പ്രഭുക്കൾക്കിടയിലെ കിടമത്സരത്തിൻ്റെ ഒരു കഥയായിട്ട് വാസ്തവത്തിൽ തുള്ളലിൻ്റെ അനുഭവമണ്ഡലം മാറും. അങ്ങനെ പൗരാണികതയെ പശ്ചാത്തലത്തിൽ നിർത്തി സമകാലികതയെ അനുഭവവേദ്യമാക്കുകയാണ് തുള്ളൽ ചെയ്യുന്നതെങ്കിൽ, സമകാലികതയെ സമ്പൂർണമായി റദ്ദാക്കി പൗരാണികതയെ തന്നെ ആവിഷ്കാരത്തിൻ്റെ കേന്ദ്രത്തിൽ നിർത്തുകയാണ് കഥകളി ചെയ്യുന്നത്. അതുകൊണ്ട് കഥകളിയും തുള്ളലും 18-ാം നൂറ്റാണ്ടിൽ ഒരേ പ്രമേയത്തെ തന്നെ ആവിഷ്കരിക്കുമ്പോൾ ഒന്ന് ഐതിഹ്യാത്മകമായ മതാത്മക ഭൂതകാലത്തിലേക്കും ഒന്ന് സമകാലികമായ വർത്തമാന ജീവിതത്തിലേക്കും സഞ്ചരിച്ചെത്തുന്നു. ഇതിന് ഈ കലകളെ പ്രാപ്തമാക്കുന്നത് അവയുടെ പ്രമേയമല്ല, അവയുടെ രൂപസംവിധാനമാണ്. അതുകൊണ്ട് കലയുടെ സാമൂഹിക തലം എന്ന് പറയുന്നത് അത് ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നത് അതിൻ്റെ രൂപതലത്തിലാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഏത് കലാവസ്തുവിനെ സംബന്ധിച്ചും പറയാവുന്ന മറ്റൊരു കാര്യം, കലാവസ്തുക്കളൊക്കെ നമ്മെ ചിലതെല്ലാം അനുഭവിപ്പിക്കുന്നുണ്ട് എന്നതാണ്. ഒരു അനുഭൂതിയുടെ തലമുണ്ട്. ഈ അനുഭൂതിയുടെ തലം ഇല്ലെങ്കിൽ വാസ്തവത്തിൽ കലയില്ല. കല ആശയപ്രചരണത്തിൻ്റെ നേരിട്ടുള്ളൊരു വഴിയേ അല്ല. കല എക്സ്പീരിയൻഷ്യലാണ്, അനുഭവമണ്ഡലമാണ്. ഈ അനുഭൂതിയുടെ തലം കലയിൽ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ കലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എളുപ്പം മനസ്സിലാവുന്ന ഒരു ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞാൽ, കുമാരനാശാൻ്റെ നളിനിയും ലീലയുമൊക്കെ പ്രണയകാവ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥയും ചണ്ഡാലഭിക്ഷുകിയുമൊക്കെ ജാതിവിരുദ്ധ കാവ്യങ്ങളാണ്. ഇങ്ങനെ പ്രമേയപരമായി തരംതിരിക്കാം. എന്നാൽ ലീലയിലും നളിനിയിലും ആശാൻ ചെയ്യുന്നത് എന്താണ്? ആശാൻ അനുരാഗമെന്ന് പറയുന്ന ഒരു മൂല്യത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് സാമൂഹികമായ എല്ലാ ശ്രേണീകരണങ്ങൾക്കും അപ്പുറത്തേക്ക് പോകാൻ കെൽപ്പുള്ള പുതിയൊരനുഭവ സ്ഥാനമായിട്ട് അനുരാഗത്തെ മാറ്റുന്നു. ഇത് പുതിയൊരു കാര്യമാണ്. അനുരാഗമാണ് പ്രമേയം എന്നതുകൊണ്ട് എന്താണ് അനുരാഗം? ആശാൻ കവിതയിൽ ഒരിടത്ത് പറയുന്നുണ്ട്, പഴകിയ തരുവല്ലി മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിടാം, കഴിയുമിവ മനസ്സിമാർ മനസ്സൊഴിവതശക്യം ഒരാളിലൂന്നിയാൽ എന്ന് പറയും. പഴകിയ തരുവല്ലി മാറ്റാം, ഒരു മരത്തിൽ കയറിയ വള്ളി മാറ്റിപ്പടർത്താം, പുഴയൊഴുകും വഴി വേറെയാക്കിടാം, ഒഴുകുന്ന പുഴ മറ്റൊരു ദിശയിലേക്ക് വഴിതിരിച്ചു വിടാം, ഇതൊക്കെ പറ്റും. പക്ഷേ മനസ്സിമാർ മനസ്സൊഴിവതശക്യം, ഒരാണിൻ്റെ മനസ്സ് പെണ്ണിൽ ഉറച്ചു പോയാലും മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് ആശാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജാതികൾ കൊണ്ട്, മതം കൊണ്ട്, സാമൂഹിക പദവികൾ കൊണ്ട് തട്ടുതിരിഞ്ഞ ഒരു സമൂഹത്തെ, ആ സമൂഹത്തിൻ്റെ ഘടനാബന്ധങ്ങളെ ഭേദിച്ചു പോകാൻ കെൽപ്പുള്ള പുതിയൊരു മൂല്യമായി അദ്ദേഹം അനുരാഗത്തെ പ്രതിഷ്ഠിക്കുന്നു. ആശാൻ കവിത വിപ്ലവപരമായി തീരുന്നത് വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല, ദുരവസ്ഥയിലും ചണ്ഡാലഭിക്ഷുകിയിലും ജാതിക്കെതിരെ പ്രത്യക്ഷമായി സംസാരിച്ചതുകൊണ്ടും അല്ല. മറിച്ച് ആശാൻ സ്നേഹം എന്നൊരനുഭവത്തെ, അതിൻ്റെ മൂല്യത്തെ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥക്കെതിരായൊരു ഭാവശക്തിയായി ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇപ്പോൾ വീണപൂവ് എന്ന കവിതയിൽ ഒരു സവിശേഷ വരി കാണാം. വീണപൂവിൽ ആശാൻ പറയുന്നൊരു കാര്യം, പൂവ് വീണ് കിടക്കുന്നു, വണ്ടിങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. അതിനെ മുൻനിർത്തി ആശാൻ പറയുന്നത്, ചേതോഹരങ്ങൾ സമജാതികളാം സുമങ്ങൾ ഏതും സമാനമഴകുള്ളവയെങ്കിലും നീ, ജാതാനുരാഗം ഒരുവൻ്റെ മിഴിക്കു വേദ്യം ഏതോ വിശേഷ സുഭഗത്വവുമാർന്നിരിക്കാം എന്ന് പറയും. ചേതോഹരങ്ങൾ സമജാതികളാം സുമങ്ങൾ, മനോഹരമായ നിന്നെപ്പോലെ തന്നെയുള്ള സുന്ദര പുഷ്പങ്ങൾ വേറെയും ഉണ്ടായിരുന്നു എങ്കിലും
ജാതാനുരാഗമൊരുവൻ്റെ മിഴിക്കു വേദ്യം ഏതോ വിശേഷ സുഭഗത്വവും ആർന്നിരിക്കാം. പക്ഷെ നിനക്ക് അനുരാഗിയായ ഒരുവൻ്റെ കണ്ണുകളിൽ മാത്രം തെളിയുന്ന വിശേഷ ഭംഗിയുണ്ടായിരുന്നു എന്ന് പറയും. നോക്കൂ, അനുരാഗിയായ ഒരുവൻ്റെ മനസ്സിൽ തെളിയുന്ന, അവന് മാത്രം കാണാൻ കഴിയുന്ന വിശേഷ ഭംഗി എന്ന് സൗന്ദര്യത്തെ അവതരിപ്പിക്കുന്നതോടെ സംഭവിക്കുന്ന ഒരു മാറ്റം, സൗന്ദര്യമെന്നത് ഒരു വസ്തുഗുണം എന്നതിൽ നിന്ന് ഒരു വ്യക്തിയുടെ ആന്തരിക ബോധ്യമായിട്ട് തീരുന്നു. ഞാൻ നോക്കിയാൽ കാണില്ല, നിങ്ങൾ നോക്കിയാൽ കാണില്ല, മറിച്ച് അനുരാഗിയായ ഒരുവൻ മാത്രം കാണും. അനുരാഗിയായ ഒരുവൻ മാത്രം കാണുന്ന സൗന്ദര്യം എന്ന് വരുന്നതോടെ സൗന്ദര്യം ഒരു വസ്തുമൂല്യത്തിൽ നിന്ന് ഒരു വ്യക്തിയുടെ ആന്തരിക മൂല്യമായി മാറുന്നു. ആധുനികത വ്യക്തികൾക്ക് സമ്മാനിച്ച ഏറ്റവും വിശേഷപ്പെട്ട ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആധുനികത വ്യക്തികൾക്ക് ആന്തരികത നൽകി. അവരെ ഇൻറ്റേണാലിറ്റിയുള്ള, ആന്തരികതയുള്ള, ഉള്ളിലേക്ക് ആഴ്ന്നാഴ്ന്നു പോകുന്ന മനുഷ്യരായിട്ട് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തി. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, പറ്റത്തിലൊരാൾ എന്നതിൽ നിന്ന് ഒറ്റയ്ക്കൊരാൾ എന്ന നിലയിലേക്ക് മനുഷ്യരെ സ്ഥാനാന്തരണം ചെയ്തു. അങ്ങനെ പറ്റത്തിലൊരാളാണെങ്കിൽ ആര് നോക്കിയാലും ഒരു ഭംഗിയാണ്, ഒറ്റയ്ക്കൊരാളാണെങ്കിൽ ഞാൻ നോക്കിയാൽ മാത്രം കാണുന്ന ഭംഗിയുണ്ടാവും. ഇങ്ങനെ ഞാൻ നോക്കിയാൽ മാത്രം കാണുന്ന ഭംഗിയുള്ള ഒരു പൂവ് എന്ന കൽപ്പന വാസ്തവത്തിൽ വെറുതെ പൂവിനെക്കുറിച്ചുള്ള ഒരു വിവരണമല്ല, മറിച്ച് അനുഭവത്തിൻ്റെ പുതിയൊരു മണ്ഡലം പിറന്നിരിക്കുന്നു എന്ന് അത് പറയുന്നു. വീണപൂവിൻ്റെ വരി തന്നെ അതാണ്, ഹാ പുഷ്പമേ എന്ന് പറയുന്നു. ഹാ എന്നുള്ളത് വാസ്തവത്തിൽ ഒരർത്ഥവുമില്ലാത്ത, വ്യാക്ഷേപകം എന്നൊക്കെ ഭാഷാ രൂപത്തിൽ സവിശേഷമായി പറയുന്ന നിരർത്ഥകമായൊരു ശബ്ദപ്രയോഗമാണ്. ആശാൻ്റെ കവിതയിൽ ഉടനീളം ഈ ശബ്ദം കാണാം. അഹഹ, ഹന്ത, ഐ എന്നെല്ലാം ആശാൻ ഇങ്ങനെ പ്രയോഗിക്കുന്നത് കാണാം. അക്കാലത്ത് പല പണ്ഡിതന്മാരും പറഞ്ഞിരുന്നത് വൃത്തം പൂർത്തിയാക്കി എഴുതാൻ പറ്റാത്തതുകൊണ്ട് ആശാൻ അവിടെ ഇങ്ങനെ ഒച്ച തിരികെ കയറ്റും എന്നാണ്. കാരണം 2 അക്ഷരം ബാക്കിയുണ്ടെങ്കിൽ ഹഹ എന്ന് പറയും, 3 അക്ഷരം ബാക്കിയുണ്ടെങ്കിൽ അഹഹ എന്ന് പറയും. അങ്ങനെയുള്ള സൂത്രപ്പണിയാണ് ആശാൻ്റെ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, മറിച്ച് അവിടെ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ഹാ പുഷ്പമേ എന്ന് പറഞ്ഞു തുടങ്ങുന്നതോടെ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയൊരു അനുഭവ മണ്ഡലം വെട്ടി തുറക്കുകയാണ്. അത് നിങ്ങൾക്ക് ആ ഹാ എന്ന വാക്യം കൊണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള ഭീമാകാരമായ ഒരു ദുഃഖദ്യോതകത്വം ആ ശബ്ദം ഉണ്ടാക്കുന്നത് പോലെ മറ്റൊരു വാക്കുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. വീണപൂവ് ശ്രദ്ധിച്ചറിയാം, ഹാ പുഷ്പമേന്ന് തുടങ്ങി അവനി വാഴ്വ് കിനാവ് കഷ്ടം എന്ന് ആശാൻ അത് അവസാനിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ചില വാക്യങ്ങൾ കൊണ്ട് തുടങ്ങി മറ്റ് ചില വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കുന്നിടത്ത് വാസ്തവത്തിൽ അനുഭവത്തിൻ്റെ പുതിയൊരു ഭൂഖണ്ഡം, വിജയമാഷ് ബഷീറിനെ കുറിച്ച് പറയും, അനുഭവത്തിൻ്റെ ഒരു പുതിയ ഭൂഖണ്ഡമാണ് ബഷീർ വെട്ടി തുറന്നത്, അതല്ലാതെ പുതിയൊരാശയമണ്ഡലമല്ല. അങ്ങനെ നമ്മുടെ അനുഭവ ലോകങ്ങളെ പുതുക്കിക്കൊണ്ട് വാസ്തവത്തിൽ കല ചരിത്രത്തെ ഏറ്റെടുക്കും. ഇപ്പോൾ ബഷീറിനെ കുറിച്ച് ഒരാശയം പറഞ്ഞാൽ, ബഷീർ എങ്ങനെയാണ് സാഹിത്യത്തിലേക്ക് വിപ്ലവം കൊണ്ടുവന്നത്? വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പൊൻകുന്നം വർക്കിയോ കേശവദേവോ ഒക്കെ എഴുതിയതുപോലെ, തകഴി എഴുതിയതുപോലെ അക്കാലത്തെ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ബഷീർ ഏറെയൊന്നും എഴുതിയിട്ടില്ല. ജന്മദിനോ ടൈഗറോ ഒക്കെ പോലെ 1-2 കഥകൾ മാറ്റിവെച്ചാൽ പൊതുവെ അക്കാലത്തെ സാമൂഹിക പ്രശ്നങ്ങളൊന്നും ബഷീറിലില്ല. എങ്കിലും ബഷീർ വലിയ വിപ്ലവകാരിയായ ഒരു എഴുത്തുകാരനാണ്. എങ്ങനെയാണത് വന്നത്? ബഷീർ മനുഷ്യൻ എന്ന സങ്കല്പത്തിൻ്റെ അതിർത്തിയെ വലുതാക്കി. നോക്കൂ, നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിൽ അക്കാലം വരെ അർത്ഥമില്ലാത്ത ജീവിതങ്ങളെന്ന് പരിഗണിക്കപ്പെട്ട പെറുക്കികളെ നമ്മൾ ലുംബൻ എന്ന് ക്ലാസിക്കൽ ഭാഷയിൽ പറയുമല്ലോ. പെറുക്കികൾ, പിച്ചക്കാർ, പോക്കറ്റടിക്കാർ, കൂട്ടിക്കൊടുപ്പുകാർ, തെരുവോരങ്ങളിൽ അലഞ്ഞു നടക്കുന്നവർ, കോമാളികൾ, ഇങ്ങനെയുള്ള മനുഷ്യർ, അവർക്ക് ചരിത്രത്തിൽ ഒരു റോളും ആരും കൽപ്പിച്ചിട്ടില്ല. അവർക്ക് ചരിത്രത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ട് എന്നും ആരും കരുതിയിട്ടില്ല. അങ്ങനെ പെറുക്കികളെന്ന നിലയ്ക്ക് ചരിത്രപ്രവാഹത്തിൽ ചതഞ്ഞരഞ്ഞു പോകാൻ മാത്രം യോഗ്യരാണ് എന്ന് കരുതപ്പെട്ട മനുഷ്യരിൽ നിന്നാണ് മാനുഷികതയുടെ പുതിയൊരു മണ്ഡലം ബഷീർ ഉദ്ഘാടനം ചെയ്തത്. നിങ്ങൾ ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ മുതലായ കഥകളൊക്കെ വായിച്ചു നോക്കിയാൽ അവിടെ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യർ ഇത്തരം മനുഷ്യരാണ്. ആനവാരി ആനയെ കോരിയെടുക്കാൻ ശ്രമിക്കുകയാണ്, പൊൻകുരിശു തോമ മോഷ്ടാവാണ്. അവിടെ അനുഭവത്തിന് പുതിയൊരു പ്രകാരമുണ്ട്. ആ പ്രകാരം ഇപ്പോൾ സ്ഥലം കഥകളിൽ ഒരിടത്ത് ഒറ്റക്കണ്ണം പോക്കരെന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾക്കൊരു മകളുണ്ട്, സൈനബ എന്നത്. ഒറ്റക്കണ്ണം പോക്കരുടെ കടയിൽ ചായ കുടിക്കാൻ വരുന്ന ഒരാളാണ് മണ്ട മുസ്തഫ. മണ്ട മുസ്തഫയും സൈനബയും തമ്മിൽ പ്രേമമാണ്.
അപ്പോൾ ഈ പ്രേമത്തിൻ്റെ അടയാളമായിട്ട് സൈനബ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചായക്കടയിൽ വരുന്ന സമയത്ത് ഇവൾ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടുകണയിൽ പൊടിയിട്ടിട്ട് അതിൽ ഒരു മുട്ട എടുത്തിട്ട് വീണ്ടും പൊടിയിട്ട് നിറച്ചിട്ട് ആവിയിൽ വേവിക്കും. വെന്തു വരുമ്പോൾ ഈ മുട്ട പുഴുങ്ങിയ മുട്ടയായിത്തീരും. ഈ മുട്ട അകത്തൊളിച്ചിരിക്കുന്ന ഒരു കഷ്ണം പുട്ടാണ് വാസ്തവത്തിൽ സൈനബ എന്നും കൊടുക്കുക. ഇത് പ്രണയത്തിൻ്റെ അടയാളമാണ്. നിങ്ങളൊരു പുഴുങ്ങിയ മുട്ട കാമുകനും കൊടുത്ത് അന്ന് തീരും കേട്ടോ പ്രണയം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യാനുഭവത്തിൻ്റെ പുതിയൊരു പ്രതലം വരുന്നു. നോക്കൂ, മതിലുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പെൺജയിലിൽ നിന്ന് ആകാശത്തേക്ക് ഒരു ചില്ല ഉയർന്നു പോകുന്നു, ഒരു ഉണക്ക കമ്പ്. ആ കമ്പ് ഉണങ്ങിയ കമ്പ് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു. ബഷീർ ഇവിടെ നിന്ന് നാരായണിയെ കാണുന്നു. ഞാൻ നിന്നെ കാണുന്നു, എന്നെ കണ്ടിട്ടില്ലല്ലോ, കാണുന്നു മതിലുകൾ എന്ന് ബഷീർ പറയുന്നു. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരെന്ന സങ്കല്പത്തിൻ്റെ അതിർത്തി വലുതാക്കിക്കൊണ്ട് മാനുഷികത അതേവരെ ഇച്ഛാശക്തിയുള്ള തൊഴിലാളിയുടെ, ഇച്ഛാശക്തിയുള്ള പോരാളിയുടെ, കർഷക നേതാവിൻ്റെ കീഴ്ത്തട്ടിലെ സമരായുധങ്ങളുമായി നിൽക്കുന്ന മനുഷ്യരിലേക്ക് വരെ തകഴിയും ദൈവവും എത്തിച്ചെങ്കിൽ, അതിനും അപ്പുറത്തേക്ക് മനുഷ്യനെന്ന സങ്കല്പത്തെ കൊണ്ടുപോവുകയും ഒരു പെറുക്കിയുടെ ജീവിതത്തിനും വാസ്തവത്തിൽ മാനുഷികതയുടെ വിശാല ലോകം നൽകുകയുമാണ് ബഷീർ ചെയ്യുന്നത്. അതായത് ചരിത്രത്തിൽ മനുഷ്യൻ എന്ന സങ്കല്പത്തിൻ്റെ അതിർത്തിയെ കുറെ കൂടി ബഷീർ വലുതാക്കുകയും മാനുഷികതയ്ക്ക് പുതിയൊരു വ്യാപ്തി ബഷീർ കൊടുക്കുകയും ചെയ്തു. അത് വിപ്ലവം വിജയിക്കട്ടെ എന്ന് മുദ്രാവാക്യം പറഞ്ഞിട്ടല്ല, ആൺജയിലിലും പെൺജയിലിലുമുള്ള ജയിൽ പുള്ളികളുടെ പ്രേമം ആവിഷ്കരിച്ചിട്ടാണ്. പുഴുങ്ങിയ മുട്ട കൊടുക്കുന്ന ഒരു കാമുകി ഉണ്ടാക്കിയിട്ടാണ്. അനുഭവത്തിൻ്റെ പുതിയ പ്രതലം കൊണ്ട് വാസ്തവത്തിൽ ചരിത്രത്തെ രേഖപ്പെടുത്താനായിട്ട് കഴിയും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കലാവസ്തുവിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ കലാവസ്തുക്കൾ ചരിത്രത്തെ ഉൾക്കൊള്ളുന്നത് വാസ്തവത്തിൽ നേർക്ക് നേരെ ആശയങ്ങളായിട്ടൊന്നുമല്ല. പിൽക്കാലത്ത് വരാനിരിക്കുന്ന മോഡേണിസ്റ്റ് കലയെ മുഴുവൻ മാർക്സ് മുൻകൂറായി ഭാവന ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട് എന്ന് സിഗ്മണ്ട് ബൗമൻ പറയുന്നുണ്ട്. മൂലധനത്തിൻ്റെ ഈ പടപാച്ചിൽ ലോകത്തെ എന്താക്കി മാറ്റും എന്ന് എഴുതുന്ന സമയത്ത് എല്ലാ ബന്ധങ്ങളും അറ്റുപോകും, എല്ലാം അണാപ്പൈ ബന്ധങ്ങളാകും, അതിരുകൊലൊക്കെ തകരും എന്ന് പറഞ്ഞ് മാർക്സ് വളരെ പോയറ്റിക്കായി ഒരു വാക്യം കൂടി എഴുതുന്നുണ്ട്. ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ. ഖരമായതൊക്കെ ആവിയായിത്തീരും. ഖരമായതൊക്കെ, ഉറച്ചു നിന്നതൊക്കെ അവസാനിക്കും. ഈ ഉറച്ചു നിന്നതൊക്കെ അവസാനിക്കലാണ് കേട്ടോ ബാലചന്ദ്രൻ്റെ കവിതയിൽ. ഈ തട്ടകം നിൽക്കുവാൻ വയ്യാതെ പൊള്ളുന്നു പൊള്ളുന്നു എന്നായിട്ടും, കാലുവെന്ത നായെപ്പോലെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പാഞ്ഞുകൊണ്ടേയിരുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയായിട്ടും, ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിങ് ഡൗൺ എന്നെഴുതുന്ന ടി.എസ്. എലിയറ്റായിട്ടും, തിങ്സ് ഫോൾ അപ്പാർട്ട് ദർ ഈസ് നത്തിങ് ടു ഹോൾഡ് എന്നെഴുതുന്ന യേറ്റ്സായിട്ടും ഒക്കെ വരുന്നത് ഈ ഒരൊറ്റ സമ്മർദ്ദമാണ്. നിക്കക്കള്ളിയില്ല. എവരിത്തിങ്, ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ. ബൗമൻ പറയുന്നുണ്ട്, ഇനി വരാനിരിക്കുന്ന മോഡേണിസ്റ്റ് പോയട്രി മുഴുവൻ വാസ്തവത്തിൽ ആ വാക്യത്തിലുണ്ട് എന്ന്. പക്ഷേ ആ വാക്യം നേരിട്ട് ഒന്നും പറയുന്നില്ല. ആ വാക്യം ഒരു ചരിത്ര പരിണാമത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ വരാനിരിക്കുന്ന അനുഭവ മണ്ഡലങ്ങളെ മുഴുവൻ അത് സംഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ അനുഭവങ്ങളുടെ പുതിയ പ്രകാരങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അനുരാഗത്തെ ജാതിക്കപ്പുറത്തേക്ക് പോകുന്ന ഒന്നാക്കി മാറ്റിക്കൊണ്ട് അനുരാഗത്തെ പുരുഷാധികാരത്തിനെതിരായ വിമർശന സ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് സ്നേഹത്തെ മൈത്രിയാക്കി മാറ്റിക്കൊണ്ട് ആശാൻ കവിതയിൽ സ്നേഹം എന്നത് വിപ്ലവപരമായൊരു സാമൂഹിക ആവിഷ്കാരമായി തീരുന്നു. ഇപ്പോൾ ആശാൻ്റെ കവിതയിൽ ദൈവമേ, ഈശ്വര എന്ന വാക്ക് മലയാളത്തിൽ ഏറ്റവും ആഴം നിറഞ്ഞ അർത്ഥാനുഭൂതികളെ ഉൾക്കൊള്ളുന്ന പ്രയോഗം ആശാൻ്റെ ഒരു വരിയിലുണ്ട്. സീത രാമനെക്കുറിച്ച് ഓർക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന ഒരു വരി, പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര, കുരുതിക്കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ ധീരമാനിത എന്ന് പറയും. പെരുകും പ്രണയാനുബന്ധമാം, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രണയത്തിൻ്റെ ഒരു ചരട് കൊണ്ട് സ്ത്രീയെ കുരുതിക്കുഴിയുന്ന പുരുഷൻ്റെ ധീരമാനിത. അവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര എന്ന്. ഈശ്വര എന്നുള്ള വാക്ക് ഇത്ര അർത്ഥനിർഭരമായി മലയാളത്തിൽ വേറെ എവിടെയും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ താൻ സ്നേഹിച്ച രാമൻ, തന്നെ കാട്ടിലെറിഞ്ഞ രാമൻ, തൻ്റെ മനസ്സിലെ സ്നേഹം, രാമനോടുള്ള വിമർശനം, ഇതെല്ലാം ചേർന്ന സന്നിഗ്ധതകൾ മുഴുവൻ
സീതയുടെ വാക്കിൽ തെളിയുന്ന ഒരു പദമാണ് ഈശ്വര എന്ന കവിതയിലെ വിളി. ഞാൻ പറഞ്ഞു വന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അനുഭവത്തിൻ്റെ മണ്ഡലങ്ങളെ പുതുക്കി പണിത് കലയ്ക്ക് വാസ്തവത്തിൽ സാമൂഹികതയെ നിരന്തരം ആവിഷ്കരിക്കാൻ കഴിയും. അതുകൊണ്ട് കലയുടെ സാമൂഹികത, നമ്മുടെ വിഷയം അതാണല്ലോ, പതിഞ്ഞ പടനിലം. എന്താണ് സാഹിത്യത്തിൻ്റെ സാഹിതീയതയുടെ സൂക്ഷ്മജീവിതം? അത് സാഹിത്യം നേർക്ക് നേരെ വിളിച്ചു പറയുന്ന ആശയങ്ങളല്ല. സാഹിത്യം നേർക്ക് നേരെ ആശയങ്ങൾ വിളിച്ചു പറയുന്നതാണ് സാഹിത്യത്തിൻ്റെ സാഹിതീയത എന്ന് ധരിക്കുന്നത് വാസ്തവത്തിൽ വളരെ ഉപരിപ്ലവമായൊരു ധാരണയാണ്. ടോൾസ്റ്റോയ് വിപ്ലവത്തെ പിന്തുണച്ച് ഒരു വാക്യം പോലും എഴുതിയിട്ടില്ല. പക്ഷേ ലെനിൻ ടോൾസ്റ്റോയിയെക്കുറിച്ച് പറഞ്ഞത് റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്നാണ്. അത് ചെറിയ കാര്യമല്ല. അന്നാ കരീനീന വായിച്ചാൽ നിങ്ങൾക്കൊരു വിപ്ലവം കാണാൻ പറ്റില്ല. അന്നാ കരീനീന വായിച്ചാൽ നിങ്ങൾ കാണുന്നത് മിക്കവാറും ഒരു സദാചാര ഭ്രംശമാണ്. ഇന്നത്തെ നിലയ്ക്കാണെങ്കിൽ ഒരു സദാചാരവാദിക്ക് ക്ഷോഭിക്കാൻ വേണ്ട എല്ലാം അതിനകത്തുണ്ട്. അന്ന നല്ല ഭർത്തൃമതിയായൊരു സ്ത്രീയാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്, സമ്പന്നനായ യുവാവുണ്ട്, നല്ല ദാമ്പത്യമുണ്ട്, നല്ല കുടുംബമാണ്. ഇതെല്ലാമുള്ള അന്ന ഒരു സായാഹ്ന സൽക്കാര വേളയിൽ വെച്ച് വിടനായൊരു കാമുകനെ കാണുന്നു, വ്രോൺസ്കിയെ കാണുന്നു. അയാളിൽ ആകൃഷ്ടനാകുന്നു. അവർ തമ്മിലൊരു ഹൃദയബന്ധം രൂപപ്പെടുന്നു. ആ ഹൃദയബന്ധത്തിൻ്റെ തുടർച്ചയിൽ വീടുപേക്ഷിച്ചിറങ്ങുന്നു. അനുരാഗത്തിൻ്റെ കൊടുങ്കാറ്റ് അവളെ എവിടെയൊക്കെയോ കൊണ്ടുപോകുന്നു. അവസാനം ഒരു റെയിൽ വാളത്തിൽ അനാഥ ശവമായി അടിയുന്നു. ഈ കഥയാണ് അന്ന. ഈ കഥയിൽ എന്താണ് വിപ്ലവത്തിൻ്റെ കണ്ണാടിയായിട്ടുള്ളത്? ഒരുപക്ഷെ അതിൻ്റെ ആദ്യ വാക്യത്തിൽ അതുണ്ട്. ആദ്യ വാക്യം, അന്നാ കരീനയുടെ ആദ്യ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ഓൾ ഹാപ്പി ഫാമിലീസ് ആർ ഹാപ്പി ഇൻ ദ സെയിം വേ. ഈച്ച് അൺഹാപ്പി ഫാമിലി ഈസ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ. എല്ലാ സന്തുഷ്ട കുടുംബങ്ങളും സന്തുഷ്ടമായിരിക്കുന്നത് ഒരേ തരത്തിലാണ്. പക്ഷേ ദുഃഖിതങ്ങളായ ഓരോ കുടുംബവും ദുഃഖിതമായിരിക്കുന്നത് ഓരോ തരത്തിലാണ്. അതുകൊണ്ട് സന്തോഷത്തിൻ്റെ ഏകതാനതയ്ക്കെതിരെ, ജീവിതത്തിൽ പടരുന്ന വൈരസ്യത്തിനെതിരെ, നാം പുറമേ കാണുന്ന ഈ ദാമ്പത്യമെന്ന് വിളിക്കുന്ന സ്ഥാപനത്തിനകത്തെ നൃശംസതകൾക്കെതിരെയുള്ള ഒരു കൊതറിച്ചാടലാണ് വാസ്തവത്തിൽ അന്നയുടെ ഈ വിട്ടുപോക്ക്. വൈലോപ്പിള്ളി ഒരുപാട് കാലം കഴിഞ്ഞ് ദാമ്പത്യത്തെക്കുറിച്ചൊരു വരി എഴുതുന്നുണ്ട്. നിയമം നിറവേറ്റൽ എത്ര, നയം എത്ര, അഭിനയം എത്രയാണ് ഈ ദാമ്പത്യത്തിൽ. കുഴിച്ചു കുഴിച്ച് നാം അനിഷ്ടസ്മൃതികൾ തന്നെ അഴുക്ക് പരതിച്ചെന്ന് എത്തുന്നു നരകത്തിൽ എന്നാണ്. കണ്ണീർപ്പാടം എന്നാണ് കവിതയുടെ പേര്. നമ്മൾ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് വൈലോപ്പിള്ളിയും വൈലോപ്പിള്ളിയുടെ ഭാര്യയും തമ്മിലുള്ള വഴക്കിൻ്റെ കഥയാണ് എന്ന് സമാധാനിച്ചു. അപ്പം നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് അതിൻ്റെ ഒരു സന്തോഷം. വാസ്തവത്തിൽ ഇത് വൈലോപ്പിള്ളിയുടെ പ്രശ്നമല്ല, ദാമ്പത്യത്തിൻ്റെ പ്രശ്നമാണ്. വാസ്തവത്തിൽ കണ്ണീർപ്പാടം എന്ന കവിത എന്തിനെക്കുറിച്ചാണ് പറയണത്? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി എന്നല്ല, മറിച്ച് ഈ ദാമ്പത്യം എന്ന സ്ഥാപനം എങ്ങനെയാണ് മനുഷ്യാവസ്ഥയെ വലയം ചെയ്ത് വളഞ്ഞു പിടിച്ച് ഒരു ഏകദാനമായ നിരർത്ഥകതയിലേക്ക് തള്ളി മാറ്റുന്നത് എന്നാദ്യം മലയാളിയോട് പറയുന്നത് കണ്ണീർപ്പാടാണ്. ഒരു വ്യവസ്ഥയുടെ ശൈഥില്യമാണ്. വൈലോപ്പിള്ളി അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് കേട്ടോ. ദമ്പതിമാർ നടവരമ്പിലൂടെ പോവാണ്, പാടവരമ്പത്തൂടെ പോവുകയാണ്. അപ്പോൾ പാടവരമ്പത്ത് ഞണ്ടുകളിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. വർഷകാലമാണ്. വരമ്പായ വരമ്പിൻ ദ്വാരം തോറും ഞണ്ടുകൾ വർഷത്തെ സ്വാഗതം ചെയ്തിരിപ്പു എന്ന് പറഞ്ഞിട്ട് വൈലോപ്പിള്ളി എഴുതുന്നത്, ഇറുക്കിയിൽ അവ നമ്മെ സ്നേഹവൈകൃതത്താൽ തമ്മിൽ പരിക്കേറ്റ ദയനീയരെന്നോർത്തിട്ടാവാം. ഞണ്ട് നമ്മളെ ഇറുക്കില്ല, കാരണം നമ്മൾ വേണ്ടത്ര ഇറുക്കുന്നുണ്ടല്ലോ. സ്നേഹവൈകൃതം എന്നത് വൈലോപ്പിള്ളി അവിടെ ഉപയോഗിച്ച പ്രയോഗമാണ്. വാസ്തവത്തിൽ ഇന്നത്തെ നമ്മുടെ സ്നേഹാവിഷ്കാരങ്ങളെ മുഴുവൻ ഏതാണ്ട് സംഗ്രഹിച്ചൊരു വാക്കാണത്. സ്നേഹവൈകൃതത്താൽ തമ്മിൽ പരിക്കേറ്റ. ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് അവൾ എന്നെ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ അവളുടെ മേത്ത് ആസിഡ് ഒഴിക്കാമെന്ന് തീരുമാനിക്കുന്ന കാമുകൻ്റെ പേരാണത്. അവളെ കൊന്നുകളയാമെന്ന് തീരുമാനിക്കുന്ന കാമുകന്മാരുടെ കാലമാണ്. സ്നേഹവൈകൃതത്താൽ പരിക്കേറ്റ ദയനീയർ. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് കലയുടെ അനുഭവ മൂല്യം എന്ന് പറയുന്നത് സാമൂഹികതയെ ആഴത്തിൽ സംഗ്രഹിച്ച് പുതിയൊരു പ്രതലത്തിലേക്ക് നമ്മെ തുറന്നിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കലയിൽ സാമൂഹികത ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നത് അതിൻ്റെ രൂപസംവിധാനത്തിലും അത് പകരുന്ന ഭാവപ്രതീതിയിലും കൂടിയാണ്. പക്ഷേ അവ നേർക്ക് നേരെ വന്ന് നമ്മോട് ഉദ്ഘോഷിക്കുന്നില്ല, ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ പ്രമേയപരമായി സാമൂഹികമല്ല എന്ന് തോന്നുന്ന ഒരു കലാവസ്തുവും വാസ്തവത്തിൽ ആഴത്തിൽ ചരിത്രത്തെ ഉൾക്കൊള്ളുന്നുണ്ട്, ചരിത്ര സംഘർഷ
സംഘർഷങ്ങളെ ഏറ്റുവാങ്ങുന്നുണ്ട്, അതിലേക്ക് നമ്മെ തുറക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടി തിരിച്ചറിയാൻ കഴിഞ്ഞാലേ സാഹിത്യത്തിൻ്റെ സാമൂഹിക ലോകജീവിതം എന്ന് പറയുന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അല്ലെങ്കിൽ കലയെയും മറ്റും വളരെ പ്രതിഫലനപരമായി കാണുന്ന അത്യന്തം ഉപരിപ്ലവമായ, നമ്മുടെ കാലത്ത് അതിനൊരു പുതിയ വാക്ക് വന്നിട്ടുണ്ട്, കലയൊക്കെ പൊളിറ്റിക്കലി കറക്റ്റായിരിക്കണം എന്ന് പറയുന്ന അതിവിചിത്രമായ ഞാനതിനെ ഏറ്റവും ദുർബലമായ ഒരു കലാസിദ്ധാന്തം. കാരണം കലയുടെ അടിസ്ഥാന പണി തത്വം പറയലല്ല. അതിനിപ്പോൾ ഞാൻ പ്രസംഗിക്കണ്ടല്ലോ, അല്ലെങ്കിൽ കവല 100 ആളുകൾ പ്രസംഗിക്കുന്നുണ്ട്, അതുകൊണ്ടൊരു കാര്യം ഉണ്ടായിട്ടുമില്ല, എന്നാലും പ്രസംഗിക്കുന്നുണ്ട്. കലയുടെ പണി അതല്ല. നോക്കൂ, കലയുടെ പണി, ഞാൻ മാർസിൻ്റെ ഒരു വാക്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മാർസ് കലയെക്കുറിച്ച് പറയുന്ന ഗംഭീരമായൊരു വാക്യം, ആർട്ട് ഈസ് അറ്റ് ദ സെയിം ടൈം എ സീക്രട്ട് കൺഫെഷൻ ആൻഡ് ദ ഇമ്മോർട്ടൽ മൂവ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് ടൈം. കല ഒരേ സമയം രഹസ്യമയമായൊരു കുംഭസാരമാണ്, അതേസമയം അത് ആ കാലത്തിൻ്റെ അനശ്വര ഗതിയുമാണ്. കാലത്തിൻ്റെ അനശ്വരഗതി എന്ന് പറയുന്നത് ഒറ്റ വഴിയല്ല. കാലത്തിൻ്റെ അനശ്വരഗതി എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങളുടെ ഒരു പടക്കളമാണ്. ഒരു കാലസന്ദർഭവും ഏകമുഖമല്ല, ഒരു കാലസന്ദർഭവും ഒരു വഴിക്കല്ല. തമ്മിൽ പൊരുതുന്ന നാനാതരം ബലങ്ങളുടെ ആകത്തുകയാണ് ഏത് കാലസന്ദർഭവും. നോക്കൂ, കുമാരനാശാനെ നിങ്ങൾ നോക്കൂ. കുമാരനാശാൻ ഓട്ട് കമ്പനിയുടെ മാനേജറായിരുന്നു, മലയാളത്തിലെ റൊമാൻറ്റിക് കവിയായിരുന്നു. ലോക ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒരു റൊമാൻറ്റിക് കവിയെ കമ്പനി മാനേജറായിട്ട് കാണാൻ പറ്റില്ല. ആശാൻ പക്ഷേ അതാണ്. വ്യവസായത്തിനെതിരെ വന്നതാണ് റൊമാൻറ്റിക് വിപ്ലവം. പക്ഷേ കേരളത്തിലെ റൊമാൻറ്റിക് കവികളിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട മനുഷ്യൻ അപ്പുറത്ത് ഒട്ട് കമ്പനിയുടെ മാനേജറായിരുന്നു, ഇപ്പുറത്ത് സന്യാസിയായിരുന്നു, അപ്പുറത്ത് നിയമസഭാ സാമാജികനായിരുന്നു, അപ്പുറത്ത് പത്രാധിപരായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി ബുദ്ധമതത്തിൽ പോകണോ വേണ്ടെന്ന് പറയുകയും കലയിലെല്ലാം ബുദ്ധമതം വേണമെന്ന് പറയുകയും ലേഖനം എഴുതിയപ്പോൾ ബുദ്ധമതം വേണ്ടെന്ന് പറയുകയും ചെയ്ത ആളായിരുന്നു. ഇതിലേതാണ് ആശാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്നതാണ്. ആശാൻ എന്താണ് ചെയ്തത്? തൻ്റെ കാലത്തെ വലയം ചെയ്ത എല്ലാ ആശയങ്ങളിലേക്കും കടന്നു നിന്നു. അതിൻ്റെ വൈരുദ്ധ്യങ്ങളെ മുഴുവൻ സംഗ്രഹിച്ചു. ആ വൈരുദ്ധ്യങ്ങളെ മുഴുവൻ ഏറ്റെടുക്കുന്നതോടെ അയാൾ കാലത്തിലേക്ക് വലിയ തോതിൽ തുറക്കുന്നു. അതുകൊണ്ട് കലയായിരിക്കുന്നത് വൈരുദ്ധ്യങ്ങളെ ഒഴിച്ചു നിർത്തിയിട്ടല്ല, വൈരുദ്ധ്യങ്ങളെ ഏറ്റുവാങ്ങിയിട്ടാണ്. ആ ഏറ്റുവാങ്ങലാണ് കലയുടെ വലിപ്പം. ഒരു വാക്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. വാൾട്ട് വിറ്റ്മാൻ എന്ന കവി തന്നെക്കുറിച്ച് തന്നെ എഴുതിയ ഒരു കവിതയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനത് കലയുടെ ഒരു പ്രമാണവാക്യമായിട്ട് കാണുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഡു ഐ കോൺട്രഡിക്റ്റ്? എന്നിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ? ഡു ഐ കോൺട്രഡിക്റ്റ്? യെസ്, ഐ കോൺട്രഡിക്റ്റ്. ഉണ്ട്, എന്നിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഐ ആം ലാർജ്, ഞാൻ വലുതാണ്. ഐ കണ്ടെയ്ൻ മൾട്ടിറ്റ്യൂഡ്സ്, ഞാൻ ജനസഞ്ചയങ്ങളെ ഉൾക്കൊള്ളുന്നു. ഒരാശയത്തെയല്ല. വലുതായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങളിൽ ആണ്ട് നിൽക്കുക എന്നതാണ്. നല്ല കലയ്ക്ക് അതുണ്ടാകും. അത് വൈരുദ്ധ്യങ്ങളെ ഏറ്റുവാങ്ങും. അത് പ്രമേയത്തിൽ എന്നതിനേക്കാൾ അത് അതിൻ്റെ രൂപസംവിധാനത്തിലും അത് പകരുന്ന അനുഭൂതിയിലും ആഴത്തിൽ വൈരുദ്ധ്യ നിർഭരമായിരിക്കും. ആ വൈരുദ്ധ്യങ്ങളെ ഉൾക്കൊള്ളുന്നിടത്താണ് കലയുടെ സാമൂഹികത. അതുകൊണ്ടാണ് ഞാൻ സാമൂഹികത എന്നത് പതിഞ്ഞ പടനിലങ്ങൾ പോലെയാണ് കലയിൽ കൂടുതൽ തെളിയുക എന്നുകൂടി പറയാൻ ശ്രമിച്ചത്. നമസ്കാരം. മാഷ് നമ്മളോട് വളരെ മനോഹരമായി ഇത്രയും നേരം വർത്തമാനം പറഞ്ഞു. നമ്മുടെ ചോദ്യങ്ങളിലൂടെ ഈ സെഷൻ നമുക്ക് പൂർത്തീകരിക്കാം. അതുകൊണ്ട് ഓരോ ആളുകളും അവർക്കുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം ചോദ്യരൂപേണ അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സെഷൻ വളരെ നന്നായിരുന്നു. മാഷോട് ഒറ്റക്കാരേ ഉള്ളൂ. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി മാഷ് അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ചല്ലോ. പക്ഷേ കാലികമായ ചില ഏറ്റെടുക്കലുകൾ ഭാഷയിലും മറ്റും സംഭവിക്കേണ്ടതുണ്ടല്ലോ. ഇപ്പം നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ആ വാക്യത്തിൽ അല്ലെങ്കിൽ ആ വാക്കിൽ ഒതുങ്ങേണ്ടതില്ലെങ്കിലും അതിൻ്റെ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ സ്ത്രീ വിദ്വേഷപരമായ ഒരു പരാമർശം ഉണ്ടാവുക. അപ്പോൾ ഒരുപക്ഷെ ഭാഷയിൽ അത്തരം ഒരു പരിവർത്തനത്തിന് നമ്മൾ പോസിറ്റീവായിട്ട് കൂടി കാണേണ്ടതല്ലേ? നോക്കൂ, ഞാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള ആശയത്തിനെതിരെയല്ല സംസാരിക്കുന്നത്. ഞാൻ കലാവസ്തു പൊളിറ്റിക്കലി കറക്റ്റായിരിക്കണമെന്ന നിലപാടിനെക്കുറിച്ചാണ് പറയുന്നത്. വ്യക്തിപരമായ പെരുമാറ്റങ്ങളിൽ, മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിൽ പരസ്പര ബഹുമാനവും പരസ്പരമുള്ള മര്യാദയും ജനാധിപത്യപരമായ
വിനിമയങ്ങളുമൊക്കെ വേണമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ അതിനെ ഒരു നിലയ്ക്ക് നിഷേധിക്കുന്നുമില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള ആശയത്തിൻ്റെ സാമൂഹികമായ പ്രസക്തിയെയോ അതിൻ്റെ സാങ്കത്യത്തെയോ അതുണ്ടാക്കിയ മികവുകളെയോ ഞാൻ ഒരു നിലയ്ക്കും ചോദ്യം ചെയ്യുന്നുമില്ല. മറിച്ച് കലയെ വിലയിരുത്താൻ കലാവസ്തുവിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രമാണം എന്ന നിലയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനോടുള്ള എൻ്റെ വിമർശനമാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ ആശയത്തിനുള്ള പ്രാധാന്യത്തെ ഏതെങ്കിലും നിറയിൽ കുറയ്ക്കാനല്ല. പക്ഷേ കലയെ സംബന്ധിച്ച് കലയ്ക്ക് അടിസ്ഥാനപരമായി വൈരുദ്ധ്യങ്ങളിൽ വേരുണ്ടാവണം. അത് നിഷേധിക്കപ്പെട്ടാൽ പിന്നെ കലയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ലാർജർ പൊസിഷനോടുള്ള ഒരു വിയോജിപ്പേ അല്ല, കലയെ സംബന്ധിക്കുന്ന പ്രത്യേകമായൊരു കാര്യമായിട്ടാണ് ഞാനത് പറയുന്നത്.